നമസ്കാരം. ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് യുവ ചലച്ചിത്ര സംവിധായകർ പിടിയിലായതോടെ സിനിമാ മേഖലയിലും കർശന പരിശോധന വേണമെന്ന ആവശ്യം വീണ്ടും ചർച്ചയാവുകയാണ്. ഷൈൻ ടോം ചാക്കോ സംഭവം ഉൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ ഒരു വർഷത്തിനിടെ 8 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത അപൂർവം ചിലരെ ഉള്ളുവെന്ന ലിബർട്ടി ബഷീറിന്റെ പ്രതികരണം സാഹചര്യത്തിന്റെ തീവ്രതയും ഗൗരവവും ഉയർത്തുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉറവിടവും വിതരണവും വ്യാപനവും കണ്ടെത്തി ഇല്ലാതാക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളികളുണ്ടോ? വെള്ളിത്തിരയെ ലഹരി മുക്തമാക്കാൻ മുൻകൈയെടുക്കേണ്ടത് ആരാണ്? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികളായി എന്നുള്ളത് സംവിധായകൻ ബൈജു കൊട്ടാരക്കര, അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്ത് ശ്രീ അഭിലാഷ് പിള്ള, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, ചലച്ചിത്ര പ്രവർത്തക ശ്രീമതി ജോളി ചിറിയത്ത്, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ്. ജോർജ് ജോസഫ് സാർ, ഇന്നിപ്പോൾ ഈ 2 യുവ സംവിധായകരെ 3 പേരെ പിടിച്ചിട്ടുണ്ട്. അതിലെ 2 പേർ യുവ സംവിധായകരാണ്, ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇവരുടെ ഫ്ലാറ്റ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അവരെ പിടികൂടി. അതിനുശേഷം പിന്നീട് അത് ഒരു കമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട്, ഒരു വാണിജ്യ ആവശ്യത്തിനുള്ള അളവല്ലാത്തത് കൊണ്ട് അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ അവർ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അതുപോലെ തന്നെ സംവിധായകനും ക്യാമറാമാനുമായ സമീർ താഹിറും ഒക്കെ, നേരത്തെ ഷൈൻ ടോമും ഒക്കെ, ഇവരുടെ എക്സൈസ് പിടിക്കുമ്പോൾ ഇവർ സമ്മതിക്കുകയാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നത്. നമുക്കറിയാം, ഈ ന്യൂജൻ സിനിമകളിലെ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാരായ ആളുകളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചിലയിടങ്ങളിൽ നിന്ന് പരാതികൾ ഉയർന്നു വന്നിരുന്നു. ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ എങ്ങനെയാണ് നടന്മാർ, അവരിൽ ചില ആളുകൾ ലഹരി കിട്ടിയേ തീരൂ, എങ്കിൽ മാത്രമേ ഇനി തുടർന്നുള്ള സീനുകളിൽ അഭിനയിക്കൂ എന്ന് വാശി പിടിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ ഈ കാര്യങ്ങളിൽ ഒരു കൃത്യമായൊരു നിരീക്ഷണം നടത്താനോ ഇവരിലേക്ക് അന്വേഷണം എത്തിക്കാനോ അഥവാ ഇവരെ ആരെങ്കിലും പിടികൂടിയാലും ഈ ശിക്ഷിക്കാനോ ഒന്നും പറ്റാതെ പോകുന്നത്? നമുക്ക് എവിടെയാണ് നമ്മുടെ സംവിധാനങ്ങളുടെ പരിമിതിയാണോ, നിയമത്തിൻ്റെ അഭാവമാണോ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ സിനിമാ മേഖലയിലെ കാര്യങ്ങളിലേക്ക് കടന്നു കയറാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? ഇല്ല, അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. സിനിമാ മേഖലയിൽ കുറേ വർഷങ്ങളായിട്ട് ലഹരിയുടെ അതിപ്രസരം തന്നെ. ഈ ലഹരി വിറ്റ് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് പല സിനിമകളും വെളിയിലോട്ട് വരുന്നത്. 2, 3, 4 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിനിമ പുറത്തിറക്കാം. ഇവിടെ ഇപ്പം കഴിഞ്ഞ ഒരു 2-3 മാസം കൊണ്ട് 50 കോടി കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് വിറ്റഴിച്ചു പോയത്. 50 കോടിയാണ്. ഇപ്പം തന്നെ നമുക്ക് ആലപ്പുഴയിലെ സംഭവം നമ്മൾ മറക്കരുത്. ആ സുൽത്താന എന്ന് പറഞ്ഞ, അല്ലെ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ആ ലേഡിയെ ആലപ്പുഴ കൊണ്ടുവന്നത് 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. ആർക്കാണ് അത് കൊടുക്കാൻ കൊണ്ടുവന്നത്? അത് ഷൈൻ ടോം ചാക്കോയ്ക്കും അതുപോലെ ശ്രീനാഥ് ഭാസിക്കും തന്നെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് എക്സൈസ് പിടിച്ചിട്ട് ആ ഒരു സംഭവം അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ കൂടെയാണ് അതിൻ്റെ പണം വരുന്നത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അവരുടെ നമുക്ക് ഇൻവോൾവ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല എക്സൈസിന്. അതൊക്കെ ഇതിനകത്തുള്ള വൈതരണികളാണ്. മലയാള സിനിമയിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കോളൂ, ഇന്ത്യൻ സിനിമയുടെ ഒപ്പം നിന്നതാണ് മലയാളം, അല്ലെങ്കിൽ ബംഗാൾ സിനിമയുടെ ഒപ്പം നിന്നാണ് മലയാള സിനിമകൾ. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പഴയ അല്ലെങ്കിൽ ഇപ്പം സിനിമ എടുക്കാത്ത വളരെയധികം നല്ല ഡയറക്ടേഴ്സുണ്ട്. അപ്പോൾ അവരൊക്കെ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ പ്രസക്തമുള്ള സബ്ജക്റ്റുകളാണ്. ഇപ്പോഴെന്താണ് എല്ലാ സിനിമയിലും വരുന്നത്? മാർക്കോ നമ്മൾ കണ്ടല്ലോ, അതൊക്കെ നിരോധിക്കേണ്ട സിനിമയാണ്. മാർക്കോ ഉൾപ്പെടെയുള്ള മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കണ്ടു. എന്താണ് കഴിഞ്ഞ 8-10 വർഷമായിട്ട് മലയാള സിനിമയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ആ കൊന്നാൽ എങ്ങനെയാണ് കൊല്ലേണ്ട വിധങ്ങൾ, കൊച്ചുകുട്ടികളെ കൊല്ലുന്നത് എങ്ങനെ, വലിയവരെ കൊല്ലുന്നത് എങ്ങനെ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കഷ്ണം കഷ്ണമാക്കി തെളിവ് നശിപ്പിക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അവിടുന്ന് മാറ്റി കുഴിച്ചിടുന്നത്, പോലീസിനെ എങ്ങനെയെങ്കിലും ഇതിനകത്തൊരു കേസ് അന്വേഷണം കണ്ടുപിടിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ, ഇതൊക്കെയാണ് മലയാള സിനിമയിലെ ഈ ലഹരി ഉപയോഗിക്കുന്ന ഡയറക്ടർമാരെല്ലാം മലയാള സമൂഹത്തിന് സംഭാവന ചെയ്തു. നമ്മളത് മറക്കരുത്. കാരണം കുട്ടികളെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വരെ അടുത്ത കാലത്ത് കാണിച്ചു. അപ്പം ആരാണിത് കൺട്രോൾ ചെയ്യേണ്ടത്?
സമൂഹത്തെ മുഴുവൻ തെറ്റിച്ചു കൊണ്ടുപോയി നമ്മുടെ കുട്ടികളെല്ലാം. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടല്ലോ, അവിടെ സൂരജ് എന്നൊരു കൊയ്യനെ, ഒരു +2 പയ്യനെ കൊലപ്പെടുത്തി കണ്ടല്ലോ. അതിനിപ്പോൾ ഷഹബാസിനെ കൊന്നത് കണ്ടല്ലോ. അപ്പം കുട്ടികളും ഇവിടുത്തെ തലമുറ മുഴുവൻ ഈ ഡ്രഗ്സ് അടിച്ച് അമ്മാർ കാണിക്കുന്ന വിക്രിയകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ്. അപ്പം മലയാള സിനിമയിൽ ഇപ്പം സംഭാവന ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെ വകവരുത്തുന്നതും കൊല്ലതും അതിൻ്റെ പ്രോസിക്യൂഷനും പോലീസിനെ വെട്ടിച്ച് എങ്ങനെ പോകാം, ഇങ്ങനെയുള്ളതാണ് മലയാള സിനിമ. ഇത് നമ്മൾ മാറി ചിന്തിച്ചിരിക്കുന്നു. നമ്മൾ അല്ല ജോർജ് ജോസഫ് സാർ, ഈ പറഞ്ഞതൊക്കെ ആവശ്യം സിനിമയിലെ ഉള്ളടക്കത്തെ കുറിച്ചാണല്ലോ, അതിലെ കോണ്ടന്റിനെ കുറിച്ചാണല്ലോ. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇതുപോലെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട്, രാസലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ പിടിക്കപ്പെടുന്നവരൊക്കെ അവർ ലഹരി ഉപയോഗിക്കുന്നവരാണ്, സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെന്ന് കരുതുന്നു. വലിയ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച അല്ലെങ്കിൽ അതിന് ജന്മം കൊടുത്ത, അതിനെ രൂപപ്പെടുത്തിയ ആളുകളൊക്കെയാണ്. അതിന് പിന്നിലെ ക്രിയേറ്റീവായിട്ട് കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്, ഞങ്ങൾ ഇതിന് സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന്. ജോർജ് ജോസഫ് സാർ, എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ ഇതിൻ്റെ നിരീക്ഷണം ശക്തമാക്കാനും നടപടികൾ സ്വീകരിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത്? ആരാണ് അതിന് തടസ്സമുള്ളത്? അത് നമുക്കറിയാം, ഈ സിനിമാ മേഖലയിൽ പണം ഒഴുക്കാണ്. അത് അവിടെ കൊടുക്കേണ്ടവർക്കൊക്കെ പണം അവിടെ ചെല്ലുന്നുണ്ട്. കാരണം ഇവർ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞങ്ങളെല്ലാവരും ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ്, അതിനെന്താ കുഴപ്പം, എന്താ തടസ്സം, ആ രീതിയിലല്ലേ ചോദിക്കുന്നത്. അപ്പോൾ സിനിമാ മേഖല യാതൊരു കൺട്രോൾ, കാരണം അവിടെ ഈ പറയുന്ന പോലെ അമ്മയ്ക്കോ ഫെബ്കയ്ക്കോ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിനിമ എടുക്കുകയും അത് ആരോടും കടപ്പാടില്ല, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി കുറേ ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ അംബീഷനാണ്. അങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, ഫെബ്കയ്ക്കും ഇല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇല്ല. കാരണം അവരൊക്കെ നല്ല സിനിമ എടുത്ത ആൾക്കാരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പലരും കാണുന്നത്. അതേസമയത്ത് ഇപ്പോഴത്തെ ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന സിനിമ എടുക്കുന്നവരാരും അവർ ആ സംഘടനയിലില്ല, അല്ലെങ്കിൽ സംഘടന പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ഇവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ചെയ്യേണ്ടത്, ഇതുപോലുള്ള സിനിമ ഇറക്കുന്നവർ, ഈ ലഹരി ഉപയോഗിച്ച പണം, ലഹരി വിറ്റുണ്ടാക്കുന്ന പണം കൊണ്ട് സിനിമ എടുക്കുന്നവർ, ആ പടം പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, ആ ഓരോ തിയേറ്റർ ഉടമയും അത് തീർച്ചയായിട്ടും നിരോധിക്കണം. ആ പടം റിലീസ് ചെയ്യാൻ അവിടെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇത് പരിഹരിക്കും, അല്ലെങ്കിൽ പൊതുജനങ്ങൾ അവിടെ സംഘടിക്കേണ്ടി വരും. കാരണം തിയേറ്റർ ഉടമകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലാതെ മറ്റ് അസോസിയേഷനൊക്കെ ഇന്ന് വരെ എത്രയോ നാൾ ഓരോരുത്തരുടെ ചാനലിലൊക്കെ നമ്മളിത് സംസാരം കണ്ടു, ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നടക്കില്ല. അത് അവരുടെ കൺട്രോളിലല്ല അവരൊക്കെ അവർ പണം മുടക്കി ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നതാണ്. അവരുടെ പണം മുടക്കുന്നതും ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് മറ്റവരുടെ ആരും സഹായം ഇല്ലാതെ ചെയ്യുകയാണിത്. ഇപ്പോൾ തന്നെ ഇവർ രണ്ടുപേര്, നമ്മൾ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും, അവർ ഈ 2 സിനിമ എടുത്തിട്ടുള്ളവരാണ്. അത് ഒരുവിധം കൊള്ളാവുന്ന സിനിമകളൊക്കെ തന്നെയാണ്, ഒരുവിധമൊക്കെ പണം കളക്ട് ചെയ്ത് വരികയും ചെയ്തു. പക്ഷേ ലഹരിയുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സിനിമ എടുക്കുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പോലീസ് കുറച്ചുകൂടെ ശക്തമാണ്. ഇപ്പം തന്നെ ഈ എക്സൈസുകാർ ആ ഫ്ലാറ്റിനകത്ത് ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അവരെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയില്ല? അവിടെ തെറ്റി. കാരണം അവർ ലഹരി ഉപയോഗിക്കുന്നവരെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. അവിടെ സമീർ താഹ എന്ന ആ ഒരു ആളിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഇവരിയ്ക്കുന്നത്. അപ്പം കേരളത്തിലെ എറണാകുളത്ത് സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന മിക്കവാറും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എല്ലാം ലഹരി അടിക്കണമെന്ന് ഇയാളുടെ ഫ്ലാറ്റിലാണ് വരുന്നത്. അത് അയാൾക്കൊരു വരുമാന മാർഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ശക്തമായിട്ട് രംഗത്ത് വരണം. പോലീസ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കൺസ്യൂമർ റേറ്റിലുള്ള അത്രയുള്ള ഒരു 1.6 ഗ്രാം എങ്ങാണ്ട് ഇപ്പോൾ അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പം ഒരു ഗ്രാമിന് അകത്ത് അല്ലെങ്കിൽ 1 കിലോ വരെയുള്ള ഹൈബ്രിഡ് ഗഞ്ചാവ് കൈവശം വെക്കാമെന്നുള്ളത് വെച്ചാലും പോലീസ് ജാമ്യം കൊടുക്കണ്ട, എക്സൈസും ജാമ്യം കൊടുക്കണ്ട. അവർ കോടതി പോട്ടെ, കോടതി പോയി 2 ജാമ്യക്കാരെ കൊണ്ടുവന്ന് അവർ ജാമ്യം എടുക്കട്ടെ. അതിനുശേഷം കോടതിക്ക് തന്നെ മനസ്സിലാവും, അടുത്ത പ്രാവശ്യം ഇവരെ പിടിച്ചോണ്ട് വരുമ്പോൾ അവർ റിമാൻഡിലോട്ട് പോകും. ശരി, ഞാൻ വരാം. ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ ലഹരിയുടെ ഉപയോഗം വ്യാപിപ്പിക്കപ്പെടുകയും അതുപോലെ കുട്ടികൾ ഇതിന്റെ ഇരകളായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ വിപത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട സംഘടനകൾ, അതിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയാകട്ടെ, സംവിധായകരുടെ സംഘടനയാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഈ അമ്മ പോലെയുള്ള താരസംഘടനകളാകട്ടെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇതിന് മൂക്കുകയറിടണം. ഇത് സിനിമാ മേഖലയിലാണെങ്കിലും കൃത്യമായ നിരീക്ഷണം വേണം, പരിശോധനകൾ വേണം, നടപടികൾ വേണമെന്ന്. പക്ഷേ ലിബർട്ടി ബഷീറിനെ പോലെ ഒരാൾ, അദ്ദേഹം പറയുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാണ് സിനിമയിൽ എന്നാണ്. പക്ഷേ അതേസമയം അദ്ദേഹത്തെ പോലെ ഒരാൾ തന്നെ പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അവിടെ ഇത്തരം പരിശോധനകൾ വരുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ്. ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട നടന് എതിരെയാണ് ആക്ഷേപം ഉണ്ടാകുന്നതെങ്കിൽ, അയാളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നതാണ്.
യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലേക്ക് ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സിനിമാ സംഘടനകൾക്കും ഈ വ്യവസായത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ആത്മാർത്ഥമായ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ ഇതുപോലെയുള്ള ന്യായവാദങ്ങൾ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഗോപീഷൻ, ഈ സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് മലയാള സിനിമയിലെ ചില സംഘടനകൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിന്റെ കാരണം നേരത്തെ ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ചു. ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണത്തെ മലയാള സിനിമയുടെ നഷ്ടം 1260 കോടി രൂപ. ഇനി റിലീസാവേണ്ട സിനിമകൾ 420ഓളം സിനിമകൾ. ഇതിനകത്ത് ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവും അതേപോലെ MDMA-യും സ്റ്റാമ്പും ഒക്കെ ഉപയോഗിച്ച ആളുകൾ അഭിനയിച്ചിരിക്കുന്ന സിനിമകൾ നിരവധിയാണ്. നേരത്തെ ലൊക്കേഷനുകൾ കയറി പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഫെഫ്ക എന്ന സംഘടനയിലെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനാണ്. പരസ്യമായിട്ട് പറഞ്ഞു സിനിമ ഇൻഡസ്ട്രിയെ തകർക്കുകയാണെന്ന്. സിനിമ ഇൻഡസ്ട്രി തകർന്ന അപ്പോഴല്ല, ഇപ്പോഴാണ്. പക്ഷേ ആ ഫെഫ്ക ഇന്ന് രണ്ടുപേർക്കെതിരെ നടപടി എടുത്തു ശ്രീ ബൈജു. ആ ഫെഫ്ക ഇന്ന് ഈ രണ്ടുപേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. എന്ത് നടപടി? അവരെ അതാണ് പറയുന്നത്. ഷൈൻ ടോം ജോക്കോയ്ക്ക് ഇന്നലെ ഗർഭാവകാശം ക്ഷമിച്ചല്ലോ. ഇന്നലെ അത് പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? ഇന്ന് ഇത് വീണ്ടും ഇവരെ രണ്ടുപേരെയും കൂടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. കാരണം ഇതിന്റെ പ്രധാന കാരണം ഗോപീഷൻ നമ്മൾ പറയുന്ന ഇതല്ല. ഇതിന്റെ പ്രധാന കാരണം മലയാള സിനിമയിലേക്ക് ഒഴുകുന്ന ലഹരി മാഫിയ തന്നെയാണ്. ഇതിലേക്ക് പണം ഒഴുക്കുന്ന ആളുകൾ തന്നെയാണ്. 3-4 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കണമെങ്കിൽ അവർക്ക് ആ പണം പോട്ടെ എന്നാണ് അവർ വെക്കുന്നത്. പക്ഷെ അവർക്ക് ആ 4 കോടിയല്ല, അപ്പുറത്ത് 40 കോടിയുടെ ലഹരി അവർക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള നിർമ്മാതാക്കളെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പല ആൾക്കാർക്കും അതിന് എന്താണ് ആ റൂട്ടിലേക്ക് ആരും ചിന്തിക്കാത്തതാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എക്സൈസുകാർ പറയുന്നു ഞങ്ങൾ പിടിച്ചു. എന്ത് പിടിച്ചു? പണ്ടൊരു മന്ത്രിയുടെ തിരുവനന്തപുരത്ത് നിന്ന് രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ. മന്ത്രി ഒരു ഫ്രഞ്ച് പൗരന്റെ ഷഡ്ഡിക്കുള്ളിൽ ലഹരി ഉപയോഗിച്ച് ലഹരി കടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഹൈക്കോടതി വന്നപ്പോൾ വെറുതെ വിട്ടു. ആ വെറുതെ വിട്ട എങ്ങനെയാ? ഇത് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി കസ്റ്റോഡിയനായിരിക്കുന്ന സാധനം കോടതിയിൽ നിന്ന് അടിച്ചു മാറ്റി അത് ചെറുതാക്കി 2 വയസ്സുള്ള പിള്ളേർക്ക് ഇടാൻ പറ്റാത്ത ഷഡ്ഡിയാക്കിയിട്ട് അത് കൊടുത്തു. അങ്ങനെ ആ കേസില്ലാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന പല സാധനങ്ങളും എക്സൈസുകാർ ഇത് പിടിച്ചു കഴിയുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണത്. അതിന് പോലും ഷൈൻ ടോം ചാക്കോയെ ഹൈക്കോടതി വെറുതെ വിട്ടപ്പോൾ പോലീസിനെയും എക്സൈസിനെയും നിശിതമായി വിമർശിച്ചത് ജഡ്ജ്മെന്റിലുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇത് കൊടുക്കുമ്പോൾ ഇവരിത് ഈ പിടിക്കുമ്പോൾ ഈ 1/2 കിലോയും 1 കിലോയും ഒക്കെ പിടിച്ചാൽ ചിലപ്പോൾ 2 ഗ്രാം 1 ഗ്രാമൊക്കെ എഴുതി വെക്കും. ഈ ബാക്കി സാധനം ഇവർക്ക് തന്നെ മറിച്ച് വിറ്റിട്ട് പണം വാങ്ങുന്നു എന്നൊരു വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം ഈ എക്സൈസ് വകുപ്പിനെ കുറിച്ച് ഇപ്പോഴുണ്ട്. അത് പല സ്ഥലങ്ങളിലും. എന്നിട്ട് മാസപ്പിരിവും ആഴ്ചപ്പിരിവും നടത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സിനിമയിലേക്ക് വരുമ്പോൾ കോടികളുടേതാണ് ആ വരുമാനം. അത് മാത്രമല്ല 26-ാം തീയതി ശ്രീ മനോജ് എബ്രഹാം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു മലയാള സിനിമയിലെ സംഘടനകളെയൊക്കെ ചേർത്ത്. ആ മീറ്റിംഗ് ഇപ്പൊ ഇല്ല. കാരണം എന്താ? മനോജ് എബ്രഹാമിന് അറിയാം ഈ ആരൊക്കെയാണ് ഇതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നുള്ളത് വളരെ വ്യക്തമായി. ഈ ലഹരി കേന്ദ്രങ്ങളെ കുറിച്ചും സംഘങ്ങളെ കുറിച്ചും ഒക്കെ ഒരു ലിസ്റ്റ് പോലും ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനകളുമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനോജ് എബ്രഹാം ആ സ്ഥാനത്ത് നിന്നേ പോയി. ഇന്നലെ അദ്ദേഹം വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇതുപോലെ തന്നെയായിരുന്നു. വിചാരണ തുടങ്ങുന്നതിന്റെ തലേ ദിവസം ADGP ശ്രീജിത്ത് അവിടെ ഒന്നും പോയി. അപ്പൊ ഇത് ആരും അറിയാഞ്ഞിട്ടാണോ? ഷൈൻ ടോം ചാക്കോ അയാളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ, ഒരു പ്രമുഖ നടനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കും എന്ന് പറഞ്ഞ് മുമ്പേ ഒരു എറിഞ്ഞു എന്ന് ഞാൻ 24 ചാനലിൽ അന്നേ ദിവസം തന്നെ പറഞ്ഞു. ഗോപീഷ് ഓർമ്മ കാണും. ആ മുമ്പേ അദ്ദേഹം എറിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ, അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഊരിപ്പാവന്റെ വഴിയായിരുന്നു. അത് എറിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ ഈ ആശാന്മാരെല്ലാം കൂടെ ചേർത്ത് അവൻ ക്ഷമിച്ചു, പുള്ളിയെ വെറുതെ വിട്ടു. നിർമ്മാതാവിനെ ഫെഫ്കയിലേക്ക് വിളിച്ചു വരുത്തി അയാളെ കൊണ്ടും പത്രസമ്മേളനം നടത്തി. അങ്ങനെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ശാപമോക്ഷം കൊടുത്ത് അയാൾ പോയി. ഇതാണോ സിനിമ? ഞാൻ ചോദിക്കുന്നത് ഇതാണോ? ഇതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇതിനകത്തേക്ക് ഒഴുകുന്ന കോടികളുടെ കണക്കുകൾ മാത്രമാണ്. അങ്ങനെ ലഹരി മാഫിയയുടെ ശിഖരങ്ങൾ, അതിന്റെ വേരുകൾ സിനിമാ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അത് കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സായി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ ഈ സംഘടനകളൊക്കെ അപ്പോൾ നോക്കുകുത്തികളായിട്ട് ഇരിക്കുകയാണെന്നാണോ? ഇപ്പോൾ ജോർജ് ജോസഫ് സാർ പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് ഈ സംഘടനകളൊന്നും പറഞ്ഞാൽ ഇവരൊന്നും കേൾക്കില്ല, അവരൊന്നും നിയന്ത്രിച്ച് നിർത്താനോ വരുതിയിൽ നിർത്താനോ ഈ സംഘടനകൾക്ക് ആവതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണോ താങ്കൾ കരുതുന്നത്? അതോ ഇതെല്ലാവരും കൂടെ ചേർന്ന് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണോ ബൈജു കൊട്ടാരക്കരയുടെ ആക്ഷേപം? കാരണം ഇപ്പൊ ഈ കേസുകളൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഇവർ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ പറയുന്നത് ഞങ്ങൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നാണ്. പിന്നെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാകുന്നത് ഇവർ മാത്രമല്ല, ചില കൊമ്പത്തിരിക്കുന്ന നടന്മാരൊക്കെ തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച വരുന്നു.
അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ നിരീക്ഷണ സംവിധാനത്തിനകത്തുണ്ടാകുമല്ലോ. എക്സൈസിന് കൃത്യമായി കാര്യങ്ങൾ കിട്ടാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്നിട്ടും അവർ ആക്ഷൻ എടുക്കാത്തതിന് കാരണം അതിനെ തടഞ്ഞു നിർത്തുന്ന എന്തോ ഒന്ന് സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ ബൈജു കൊട്ടാരക്കര പറയുന്നത്? തീർച്ചയായിട്ടും ഗോപീഷൻ, അത് ജോർജ് സാറിന് ചില കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് അറിയാൻ മേലാതിട്ടാണ്. കാരണം ജോർജ് സാർ അതിനകത്തൊരു ഒരു കാര്യമുള്ളത്, ഈ സംഘടനകൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് താങ്കൾ പറയുന്നു. അത് കള്ളമാണ്. കാരണം കള്ളമല്ല, അത് അറിയാൻ മേലാതിട്ടൊരു കാര്യമാണ്. കാരണം ഈ സംഘടനകൾ വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഈ ലഹരി ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ, ഇത് ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. 100-120 ആളുകൾ ജോലി ചെയ്യുന്ന ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാം ഇത് ആരാണ് ഉപയോഗിക്കുന്നതെന്നും ആരാണ് വിപണനം നടത്തുന്നതെന്നും ഒക്കെ മിക്കവാറും ആൾക്കാർക്കെല്ലാം അറിയാം. ഇവരെല്ലാം ഓരോ സംഘടനയുടെ കീഴിലുള്ള ആളുകളാണല്ലോ. ഇത് ഇവരറിയാമെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ സിനിമയിൽ സഹകരിപ്പിക്കില്ല. ഇത് പരസ്യമായിട്ട് പറയേണ്ട, വിലക്കണ്ട, അവരെ വിളിക്കാതിരുന്നാൽ മതി. നേരത്തെ നമ്മുടെ അഭിലാഷ് പിള്ള പറഞ്ഞതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകൾ ഇനി ഒരു കാരണവശാലും ഇവരെ ആരെയും സഹകരിപ്പിക്കില്ല എന്ന് പറയുന്നത് ചങ്കൂറ്റത്തോടെയാണ്. അങ്ങനെ ചങ്കൂറ്റത്തോടെ പറയാൻ വേണ്ടി ഒരു 10 പേര് മുമ്പോട്ട് വരാമെങ്കിൽ ഇത് തിക്കും. അത് സംഘടനകളാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫെക്കയും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ചേംബറും ഒക്കെയാണ് ചെയ്യേണ്ടത്, മാക്ടേവും ഒക്കെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ഇനി ഇത് ഉപയോഗിക്കുന്ന ആളുകളെ ഞങ്ങൾ സിനിമയിലേക്ക് വിളിക്കില്ല. അവർ വേണ്ടതേ, അവൻ എത്ര വലിയ ഓസ്കാർ അവാർഡ് ജേതാവായാലും അവനെ വിളിക്കരുത്. അതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ വിപണനം നിൽക്കും. വിപണനം നിന്നാൽ ഇതിന്റെ ഉപയോഗവും കുറെയെങ്കിലും കുറയും. അല്ലെങ്കിൽ ഇതെല്ലാ കാലത്തും ഇത് പൊക്കൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഷൈൻ ടോം ചാക്കോയെ അന്ന് വിലക്കിയപ്പോൾ സോഹൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യണമായിരുന്നു ഇവരുടെ ഡേറ്റ് വെച്ചിട്ട്, ശ്രീനാഥ് ബാസിയും ഷൈമിനെയൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് അന്നും ക്ഷമിച്ചു, ആശാമാരി ക്ഷമിച്ചു, വീണ്ടും സിനിമയിലേക്ക് അഭിനയിപ്പിച്ചു. എന്തുകൊണ്ടാണ്? ഫെഫ്കയുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്ന സോഹന്റെ പടത്തിലേക്ക് അഭിനയിക്കണം. അതുകൊണ്ടാണ് അവരെ വീണ്ടും കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത്. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ. വീണ്ടും വന്നു, 3-ാം നിലയിൽ നിന്ന് എടുത്തിയാടുന്നു, പൊള്ളാച്ചിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വിൻസി അലോഷ്യത്തിനെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിക്കുന്നു. എന്തെല്ലാം നാടകങ്ങളാണ്! വിൻസി അലോഷ്യത്തിനെ വിളിച്ചു വരുത്തിയിട്ട് അതിനെ കോംപ്രമൈസ് ചെയ്യിക്കുന്നു. ഒന്നുകിൽ വിൻസി അലോഷ്യനെ, ഞാനന്ന് പറഞ്ഞു, ഒന്നുകിൽ വിൻസി അലോഷ്യത്തിനെ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇനി മേലാൽ സിനിമ കൊടുക്കില്ല, അവർക്കിനി സിനിമയേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് കാണും. അങ്ങനെയാണ് ആ വിൻസി പോലും ഇതിന് എന്താ പറയാ, ഒരു കേസ് പോലും കൊടുക്കാതെ പിന്മാറിയത്. കൂട്ടത്തിൽ അഭിനയിച്ച പെൺകുട്ടികൾ പറഞ്ഞില്ലേ, സംസാരിക്കുമ്പോൾ ഇയാളുടെ വായിൽ നിന്ന് ഒരു വെള്ളപ്പൊടി വീഴുമെന്ന്. എന്താ, ഗ്ലൂക്കോസ് ആയിരുന്നു? അറിയാമേ ചോദിക്കാണ്, ഗ്ലൂക്കോസ് ആയിരുന്നു വെള്ളപ്പൊടി വീണുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതൊന്നുമല്ല. ഈ സിനിമയിലേക്ക് കോടിക്കണക്കിന് രൂപ വരും സിനിമ നിർമ്മിക്കാനായി. ആ നിർമ്മിക്കാൻ ആകെപ്പാടെ 4-5 കോടി രൂപ മതി. അതിന്റെ ഫലം ഇവർക്ക് എല്ലാവർക്കും കിട്ടും. പക്ഷേ അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ 4 കോടി മുടക്കിയാൽ 40 കോടിക്ക് ഇവിടെ ഹൈബ്രിഡ് കഞ്ചാവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തസ്ലീമയുടെ 2.5 കിലോ 2.5 കോടിയുടെ കഞ്ചാവ് മേടിക്കാമെങ്കിൽ ഇനി ബാക്കിയുള്ള എത്രയോ കിലോയും എത്രയോ MDMAക്കൊക്കെ എത്ര 8,000 രൂപ 10,000 രൂപയൊക്കെയാണെന്ന് പറയുന്നത് ഒരു ഗ്രാമിന്. അതൊക്കെ കിലോ കണക്കിന് കൊണ്ടുവന്ന് വിറ്റാൽ എത്രയോ കോടി രൂപയാണ് ഇവർക്ക് ലാഭം. അപ്പൊ അതുകൊണ്ട് ഇവരിതൊരു വലിയ ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ഇനി താങ്കളിലേക്ക് വരാം. ശ്രീ അഭിലാഷ് പിള്ള, അതായത് അർദ്ധരാത്രി ഒരു നടൻ വിളിച്ചിട്ട് എനിക്ക് ഇപ്പോൾ MDMA വേണം അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് വേണം എന്നാവശ്യപ്പെടുന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നു. മാത്രമല്ല, ഈ വെള്ള പദാർത്ഥം വായിൽ നിന്ന് പോകുന്നത് കണ്ടു മോശമായി പെരുമാറി എന്നൊരു നടി പരാതിപ്പെടുന്നു. പിന്നെ സിനിമയിൽ സാധാരണ നിലയിൽ തന്നെ സിനിമാ മേഖലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തതായ അപൂർവം ചില ആളുകളെ ഉള്ളൂ എന്ന് ലിബർട്ടി ബഷീറിനെ പോലൊരാൾ പറയുന്നു. ഇതൊക്കെയാണ് സിനിമയ്ക്കകത്ത് നടക്കുന്നതെങ്കിൽ, ഞാൻ പറയുന്നത് ലൊക്കേഷനിലടക്കം ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് രാസലഹരി അടക്കം നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് വീണ്ടും 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 സിനിമകൾ കിട്ടുന്നത്? അവരെങ്ങനെയാണ് വീണ്ടും തിരക്കുള്ള നടന്മാരോ നടിമാരോ ആകുന്നത്? അപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ അത് കുഴപ്പമില്ല, അത് പ്രശ്നമല്ല, അതിനെ മറച്ചു വെച്ചേക്കാം എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാകില്ലേ? അതായത് കുറ്റകരമായ രീതിയിലുള്ള ഒരു സംരക്ഷണം അവർക്ക് നൽകുന്നത് കൊണ്ടല്ലേ അവർക്ക് വീണ്ടും വീണ്ടും ഇത്തരം സിനിമകൾ ഉണ്ടാകുന്നത്, സാധാരണക്കാരായ ആരും സംശയിക്കുന്നത് പോലെ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംരക്ഷിക്കുന്നതൊന്നും അല്ലത്. കാരണം ഇപ്പോൾ കുറച്ച് മുന്നേ ജോർജ് സാറ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, സിനിമയിലേക്ക് ലഹരി മാഫിയയുടെ ഫണ്ടാണ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സിനിമ സംഭവിക്കുന്നത് ലഹരി മാഫിയയുടെ ഫണ്ടാണ്. ഞാൻ 6 സിനിമ ചെയ്ത ആളാണ്. എൻ്റെ ഒരു സിനിമ നിർമ്മിച്ചതും ലഹരി വിറ്റ് കാശ് കിട്ടിയ പ്രൊഡ്യൂസേഴ്സ് അല്ല. എൻ്റെ ഒരു സിനിമയിലും ഈ പറയുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയുണ്ടായി, ഞങ്ങളുടെ ലൊക്കേഷനിൽ ധൈര്യമായിട്ട് പോലീസിന് വരാം, റെയ്ഡ് ചെയ്യാം. ബൈച്ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞു ഫെഫ്ക സംഘടന പിന്നെ റെയ്ഡിനെ ഭയക്കുന്നു, അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ അത് സമ്മതിച്ചില്ല. അങ്ങനെയല്ല ചേട്ടാ സംഭവം. അതായത് നമുക്ക് ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ഈ സിനിമ മേഖല എനിക്ക് എല്ലാവർക്കും അറിയാം.
ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് പോലീസ് റെയ്ഡ് വേണം എന്ന് ആവശ്യപ്പെട്ട സമയത്ത് അന്ന് നമ്മൾ പറഞ്ഞത് ഒരു ലൊക്കേഷനിൽ പോലീസ് വന്നാൽ ഈ പറയുന്ന മീഡിയ, അപ്പോൾ ഈ 24 ന്യൂസ് അടക്കമുള്ള ഇവിടുത്തെ എല്ലാ ന്യൂസ് ചാനലുകളും അതൊരു വലിയ വാർത്താ പഠനത്തിൽ ന്യൂസ് കൊടുക്കും. അത് ആ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും എന്ന രീതിയിലാണെന്ന് പറഞ്ഞ് ഇതിനെതിരെ നമുക്ക് എങ്ങനെ ഇതൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് പറഞ്ഞൊരു ചർച്ചയൊക്കെയാണ് ആ സമയത്ത് സംഭവിച്ചത്. അല്ലാതെ ഒരിക്കലും ലഹരി ഉപയോഗിക്കുന്നവരെ സംരക്ഷിക്കാനായിട്ടൊരു സംഘടന നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞാൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ചർച്ച നടത്തി അദ്ദേഹത്തിൻ്റെ ഇത് കുഴപ്പമില്ല എന്ന രീതി വിട്ടു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഷൈൻ ടോം ചാക്കോയെ ജയിലിൽ അടയ്ക്കാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ ഈ ലഹരി ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ മാറിയിട്ട് സിനിമ ലൊക്കേഷനുകളിൽ ഇവരെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഇനി മുന്നോട്ട് ഉണ്ടാവരുത്. അതിനൊരു സൊല്യൂഷനാണ് വേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ വേണ്ട ബേസിക്കലി ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അല്ലാതെ ഇവരെ വേറെ എന്തൊക്കെ പറഞ്ഞാൽ ഇവർ മാറാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇതേ കേസിൽപ്പെട്ട ആളാണ് ഷൈൻ ടോം. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം അതേപോലെ ഒരു പ്രശ്നത്തിൽ വീണ്ടും പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റുമാണ് വേണ്ടത്. പിന്നെ തുടക്കത്തിൽ ജോർജ് സാർ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കോ എന്ന സിനിമയെ കോട്ട് ചെയ്ത് പറഞ്ഞു. മാർക്കോയിൽ അഭിനയിച്ച ഉണ്ണി എൻ്റെ അടുത്ത സുഹൃത്താണ്, അതിൻ്റെ നിർമ്മാതാവ് എൻ്റെ സുഹൃത്താണ്, അതിൻ്റെ സംവിധാനം എൻ്റെ സുഹൃത്താണ്. എനിക്ക് ഇവരെയൊക്കെ അറിയാം. ഇവരൊക്കെ പേഴ്സണലി അടുത്തറിയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇവരാരും ലഹരി ഉപയോഗിച്ച സിനിമ ഉണ്ടാക്കിയ ആളുകളല്ല. ഇപ്പം മാർക്കോ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമ കണ്ടാൽ ഇവിടെ അക്രമം കൂടും അല്ലെങ്കിൽ സിനിമ കണ്ടാൽ ഇത് കൂടുമെന്ന് പറഞ്ഞാൽ ഈ മാർക്കോ സിനിമ കണ്ടതിന് ശേഷം കേരളത്തിൽ എത്ര കുട്ടികളെയാണ് തലക്കടിച്ച് അതുപോലെ കൊന്നിരിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കൂട്ട് സിനിമയെ മൊത്തത്തിൽ പറയുമ്പോൾ ഞാനും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നാളെ എൻ്റെ സിനിമയും പ്രേക്ഷകർ കാണും. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ പടം മാളികപ്പുറം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആളിപ്പോൾ ശബരിമല പോകേണ്ടതാണ്. ഒരിക്കലും സിനിമ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്തൊന്നുമില്ല. ഒരു സിനിമ 2.5 മണിക്കൂർ തിയേറ്ററിൽ കണ്ട് ഇറങ്ങിപ്പോയി അവരടുത്തൊരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ അതവിടെ കഴിയും. പിന്നെ സിനിമാ മേഖലയിൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രഗ്സിൻ്റെ ഇഷ്യൂ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിനകത്തൊരു പ്രശ്നം, ഇപ്പൊ സിനിമ ഒരു സാധാരണ ഒരു സമൂഹത്തെയോ വ്യക്തികളെയോ എങ്ങനെ സ്വാധീനിക്കും എന്നത് താങ്കൾ പറഞ്ഞതുപോലെ വളരെ വിപുലമായ ഒരു വിഷയമാണ്, വലിയ രീതിയിൽ ചർച്ച ആവശ്യമായ വിഷയമാണ്. ഏതൊരു കലാസൃഷ്ടിയും പോലെ സിനിമയ്ക്കും സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സ്വദേശപരമായ സിനിമകൾ വേണം എന്ന് കരുതുന്നവരും അത്തരം സിനിമകൾ സമൂഹത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ പൊളിറ്റിക്കൽ ഫിലിംസ് ഒക്കെ വരുന്നതും അത് ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നത് അതിന് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്, ശക്തി ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതിലെ പ്രശ്നം അതല്ല. ഇവിടെ വയലൻസ് നിങ്ങളൊരു ഏതെങ്കിലും ഒരു കഥാസന്ദർഭത്തിൻ്റെ ഭാഗമായിട്ടല്ല വയലൻസോ ലഹരിയോ കാണിക്കുന്നത്. അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അതിനെ ആഘോഷമാക്കുകയാണ്, അതിനെ മേന്മയുള്ള ഒന്നായി അവതരിപ്പിക്കുകയാണ്. അവിടെയാണ് അത് കരുത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുകയാണ്, അത് നായകൻ ചെയ്യുകയാണ്. അവിടെയാണ് ഈ സിനിമയുടെ ദുസ്വാധീനത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നത്. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. എങ്കിൽ പോലും എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രം. അല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചേട്ടാ, സിനിമ എന്ന് പറയുന്ന ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട പല ജോണേഴ്സിൽ ഓരോ സംവിധായകരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്ല എഴുത്തുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സിനിമകൾ സംഭവിക്കാറുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കുന്ന അഡൽട്സ് പോൺ സിനിമകൾ നിന്നിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ബി ഗ്രേഡ് സിനിമകൾ ഓടിയിരുന്ന നാടല്ലേ നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ അതും അന്ന് നിർത്തലാക്കേണ്ടല്ലായിരുന്നോ? ഇപ്പോൾ വയലൻസ് ഉള്ളൊരു സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ KGF എന്നൊരു സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ ഒരു വലിയ ഹിറ്റായൊരു സിനിമയാണ്. KGF കണ്ടിട്ട് എത്ര പേരാണ് അതേപോലെ ബോംബെക്ക് വണ്ടി കയറി വിടുന്ന അധോലോകത്തിൻ്റെ നായകനാവാൻ പോയിട്ടുള്ളത്? സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഹോം സിനിമയും കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഹോം സിനിമ കണ്ടിട്ടുള്ള എല്ലാ മക്കളും അച്ഛന്മാരെ വലിയ രീതിയിൽ സ്നേഹിക്കണമല്ലോ. അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ സ്നേഹിക്കണ്ടേ? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഈ പറയുന്ന പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് 2.5 മണിക്കൂർ കണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറച്ച്. പിന്നെ ഇപ്പോൾ മുന്നേ ചില സിനിമകളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇന്നും ചിലപ്പോൾ നമ്മൾ ചില സിനിമയുടെ ഡയലോഗുകൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അതിലെ കഥാപാത്രത്തെ പോലെ നടക്കാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ വയലൻസ് കണ്ടിട്ട് വയലൻസ് കാണിക്കാൻ പോകുന്നത് അബ്നോർമലായിട്ടുള്ള ആളുകളായിരിക്കും. കുറച്ച് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ട് സിനിമ കാണാൻ കയറിയിരിക്കുന്നവൻ ആ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവൻ ചിന്തിക്കും ഞാനാണ് ഈ പടത്തിലെ നായകൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലാതെ കേരളത്തിൽ ഒരു സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടെന്ന് പറയാനുള്ള ഒരു 10 കേസ് പറയാൻ 10 കേസൊന്നും പറയാനില്ല, അത്രയൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഡ്രഗ്സ്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം ഡ്രഗ്സിനെ പറ്റിയാണ് സിനിമാ മേഖലയിൽ. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഞാൻ തുറന്നു പറയുന്നു, എൻ്റെ സിനിമയിൽ ഞാൻ മുന്നോട്ട് ചെയ്യുന്ന സിനിമകളിൽ ഇത് ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ സംവിധായകനും അല്ലെങ്കിൽ എൻ്റെ നിർമ്മാതാവിനും അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയാൽ അവരെന്തായാലും ആ സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. മാത്രമല്ല ടെക്നീഷ്യൻസും അതേപോലെ തന്നെ ഈ മാറ്റി നിർത്തപ്പെടുന്നവരെ ഒരിക്കലും നമ്മൾ സിനിമയിൽ നിന്ന് വിലക്കുകയല്ല,
അവരെ മാറ്റിയെടുത്തെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് പുറത്തെത്തി അവർ വീണ്ടും സിനിമയിൽ സജീവമായി. ഇവരൊക്കെ നല്ല അഭിനേതാക്കളാണ്. തുടക്കത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇവരെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവരെ സിനിമയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. ബേസിക്കലി ഞാൻ പറയുന്നു ഇവരൊക്കെ നല്ല ടെക്നീഷ്യന്മാരും നല്ല അഭിനേതാക്കളുമാണ്, അതിലൊരു സംശയമില്ല. അവരുടെ ആ അഭിനയം അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ വശം അറിയാവുന്നതുകൊണ്ടാണ് ഇവരെ വീണ്ടും ഇവർക്ക് അവസരം കിട്ടുന്നത്. ഇപ്പം ഇന്ന് ഈ കേസിൽപ്പെട്ട ഖാലിദ് റഹ്മാൻ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു സിനിമയുടെ സംവിധാനമാണ്. ഇപ്പോഴും ആ സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പം അതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് കൃത്യമായ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അവരും അഭിലാഷ്, അതിനകത്ത് എനിക്ക് മറ്റൊരു അഭിപ്രായം, ആഘോഷിക്കുന്നതും നമ്മൾ വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നതും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയാണ്. അതിന്റെ ആ നല്ല സുന്ദരമായ ഒരു കലാസൃഷ്ടി കൊണ്ടുവരുന്ന ആ സൃഷ്ടാവ് എന്ന നിലയിലാണ്. നേരെ മറിച്ച് അദ്ദേഹം ഒരു കുറ്റവാളിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ നീതിക്ക് യോജിച്ചതല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടത്. അഭിലാഷ്, ശരി, ഞാൻ ഒരു മിനിറ്റ് ഞാൻ വരാം. നമുക്ക് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ശ്രീമതി ജോളി ചെറിയത്തിലേക്ക് ഞാനൊന്ന് പോയിട്ട് വരാം. ശ്രീമതി ജോളി ചെറിയത്ത്, ഇന്ന് 2 യുവ സംവിധായകർ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടപ്പെട്ട വിവരം താങ്കൾക്ക് അറിയാമല്ലോ. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. അവർ ഇത് ഉപയോഗിച്ചിരുന്നത് ഈ സംവിധായകനും ക്യാമറാമാനും ഒക്കെയായ സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിലാണ്. ആ ഫ്ലാറ്റ് കഴിഞ്ഞ 2-3 മാസമായിട്ട് എക്സൈസിൻ്റെ നിരീക്ഷണത്തിൽ പലരും അവിടെ വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ സ്ഥിരമായി ഇവരത് ഉപയോഗിക്കുന്നുണ്ട് എന്ന സംശയവും എക്സൈസിനുണ്ട്. ഈ 2 പേർ അല്ലെങ്കിൽ ഈ 3 പേർ അവർ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഷൈൻ ടോം ചാക്കോയെ പിടിച്ചപ്പോഴും അല്ലെങ്കിൽ പോലീസ് അദ്ദേഹത്തെ ഹാജരാകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹവും ഷൈൻ ടോം ചാക്കോയും താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ലിബർട്ടി ബഷീർ പറയുന്നു സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ അപൂർവം ചിലരേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇതാണ് സിനിമയ്ക്കകത്ത് അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നതെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി ആവശ്യമല്ലേ? അങ്ങനെ ഒരു നടപടി ഉണ്ടാകാത്തതിന് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവർ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പുറത്ത് കടക്കേണ്ടത് എങ്ങനെയാണ്? കുറച്ച് സമയം തരണം എൻ്റെ പോയിന്റ്സ് ഒന്ന് പറയാനായിട്ട്. ഒന്ന് ലഹരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലഹരിയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞത് കഞ്ചാവ്, ഇത് ഹൈബ്രിഡ് കഞ്ചാവ്. എനിക്കിതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് 1971 റിച്ചാർഡ് നിക്സന്റെ സമയത്ത് അവിടെയായിരുന്നു, അമേരിക്കയിലായിരുന്നു വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ വരികയും ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അത് അവരുടെ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ലോകരാജ്യങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള 3-4 ലോകരാജ്യങ്ങളെല്ലാവരും ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിന്തറ്റിക് ഡ്രഗിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ് ഈ കഞ്ചാവിനെയും ഉൾപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു മോറൽ പൊസിഷൻ്റെ ഭാഗമായിട്ട് അയ്യോ കള്ള് അതൊന്നും പാടില്ല, അല്ലെങ്കിൽ ഇതിനെ മുഴുവനും അവരാണ് അരാജകത്വം ഉണ്ടാക്കുന്നത്, അവരാണ് പ്രശ്നക്കാർ എന്ന് ഒരു ഡയലോഗിൽ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവരെ ഒരു അരാജകത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നമുക്ക് സമൂഹത്തിന് വേണമെങ്കിൽ അങ്ങനെ കോർണർ ചെയ്ത് വെക്കാം. പക്ഷേ ഇവിടെ സത്യത്തിൽ പ്രശ്നം എന്താണെന്നുള്ളതാണ്. നമ്മളുടെ ഭയങ്കരമായ രാഷ്ട്രീയമായ സാമൂഹികമായ ഒരു വലിയ ക്രൈസിസിനകത്ത് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട രീതി ഇതല്ല. ഇവിടെ ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ 1.6 ഗ്രാം കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് അവരെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറയുന്നത്. ഇതിനകത്ത് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇവരേതെങ്കിലും തരത്തിലൊരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയിലോ മറ്റു സാമൂഹ്യ ജീവിതത്തിന് ത്രെട്ട് ഉണ്ടാക്കുന്ന വിധത്തിലോ അല്ല ഇവരെ പിടിക്കപ്പെടുന്നത്. അവരുടെ പേഴ്സണൽ സ്പേസിൽ അവരുടെ ലിഷർ ടൈമിൽ അവരെന്തു ചെയ്യുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അവരൊരു നട്ടപ്പാതിരിക്ക് പോയി അവരെ പൊക്കുകയാണ്, അങ്ങനെയാണൊക്കെ പറയുന്നത്, അവരെ പിടിക്കുന്നത്. അതിൽ തന്നെ ഒരു ഭയങ്കര വയലേഷൻ ഉണ്ട്. കാരണം അങ്ങനെയല്ല അതിൻ്റെ രീതികളൊന്നും. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്ക് ഇതിനകത്ത് എന്ത് തരത്തിലാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കുറ്റകൃത്യം, നിയമലംഘനമാണ് അതിനകത്ത്. പക്ഷെ ഇങ്ങനെയാണോ അതിനെ കോമ്പ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു ഡ്രഗിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ ഈ രീതിയിലാണോ അതിനെ കോമ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ സംശയം എനിക്കുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ മനുഷ്യന്മാരുടെ സ്വകാര്യതയിൽ മുഴുവൻ ഏത് സമയത്തും ഇടിച്ചു കയറാവുന്ന മറ്റൊരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി പോകുന്ന രീതിയിലുള്ള ഒരിടപെടൽ അത്ര ശരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനർത്ഥം, ഞാനത് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ ഉടനെ
അങ്ങനെയാണല്ലോ നമ്മുടെ പൊസിഷൻ വേണ്ടത്. അപ്പം നമ്മൾ ഉടനെ ഡ്രഗിനൊപ്പമാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഡ്രഗിനൊപ്പം മാത്രമല്ല, ഇവിടെ ചെറിയ കുട്ടികൾ പോലെ ഉപയോഗിക്കുന്ന നമ്മളുടെ ഇപ്പോൾ മറ്റേ ഉണ്ടല്ലോ പവർ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫിസി ഡ്രിങ്ക്സ്, ഇതെല്ലാം 3 വയസ്സായ കുട്ടികൾ മുതൽ എല്ലാ കുട്ടികളും നമ്മളെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഒരു തരത്തിലുള്ള മെഷർമെൻറ്റ് ബാധകമല്ലാതെ, ക്രൈറ്റീരിയ ബാധകമല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണെങ്കിലും, അത് ജങ്ക് ഫുഡ് ആയിക്കോട്ടെ, ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, എന്ത് സാധനവും നമുക്ക് അതിനകത്ത് ഒരു ആശങ്കയുമില്ല. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇത് കുടിക്കുന്നതിൽ പെപ്സിയോ കോളയോ വട്ടെവർ, ഇതിനകത്തൊന്നും ഒരു ആശങ്കയില്ല. പക്ഷെ അതേസമയം വളരെ ചെറിയത് വരുന്നു, 3.5 കോടി ജനങ്ങൾ, വളരെ ചെറിയ ആളുകളാണ് ഒരു സിനിമാ ലോകത്ത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ കോമ്പിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞെങ്കിൽ എല്ലാ തരത്തിലുള്ള മേഖലയിലും, IT ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഈവൻ മെഡിക്കൽ ഫീൽഡായിട്ടെ, എവിടെ പോയാലും നിങ്ങൾക്ക് ആളുകളെ ഒരു 50% ആളുകളെ പൊക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ ഞാൻ പറയാം, പൊക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ സിനിമയിലേക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, അതൊരു ലുക്രേറ്റീവ് ഏരിയയാണ്, കാശ് ഒരുപാട് വരുന്ന ഏരിയയാണ്. മാത്രമല്ല ഒരുപാട് ചാനലുകൾക്ക് അതൊരു അന്നദാതാവാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാം. യൂട്യൂബ് ചാനൽ നടത്തുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇക്കിളികളെയും പൊലിപ്പിച്ച് കാണിക്കുന്നതിലൂടെ അവർ കണ്ടെത്തുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമുക്ക് നേരെ തിരിച്ച് ഇതിനോട് കൺസേൺ ഉണ്ടെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ. കാരണം ഇത് സിനിമയെ മാത്രം ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട്, സിനിമയ്ക്കകത്ത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക്, സാമ്പത്തികമായിട്ട് അതിനുള്ള സാധ്യതയുള്ള കുറച്ച് പേർക്ക്, അതങ്ങനെയുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ മാത്രം ഭാരമാണ്, അത് ബാധ്യതയാണ്. അതല്ലാതെ സിനിമക്കാരെ മൊത്തം അടച്ചാക്ഷേപിച്ച് സിനിമ ഇതാണ്, സിനിമയുടെ പിന്നാമ്പുറം ഇതാണ്, സിനിമയിൽ ആണും പെണ്ണും ഇതാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതിലേറെ യോജിപ്പില്ലാത്തത് ഇത്തരത്തിലുള്ള പോലീസിന്റെ ഇടപെടലിനോട് ഒട്ടും യോജിപ്പില്ല. എന്ത് തരം ക്രൈമാണ് ഈ മനുഷ്യരുണ്ടാക്കിയത്? അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് പോകും. രാഹുൽ ഈശ്വർ, ശ്രീമതി ജോളി ചെറിയത്ത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളോട് താങ്കൾ യോജിക്കും, എവിടെയൊക്കെ വിയോജിക്കും? ജോളി ചെറിയത്ത് മാഡത്തിന്റെ ആ പൊസിഷൻ ഒരു ക്ലാസിക് ലിബറൽ പൊസിഷനാണ്. അതിനോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു. അതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിന്റെ കണക്കുകൾ എടുത്താൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NDPS ആക്ട് പ്രകാരം കേസെടുക്കുന്നത്, 27,000. നമുക്ക് ശേഷമുള്ള പഞ്ചാബിൽ നമ്മുടെ പകുതിയോ 1/3 കേസുകളാണ് എടുക്കുന്നത്. NDPS ആക്ട് പ്രകാരം 33,000 ആൾക്കാരാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ 2 ഇരട്ടി ജനസംഖ്യയുള്ള തമിഴ്നാട്ടിലോ, നമ്മുടെ 6 ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലോ, നമ്മുടെ ഇരട്ടി ജനസംഖ്യയുള്ള പഞ്ചാബിലോ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു ഡ്രഗ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേർ, പോലീസുകാരടക്കം സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നത്. അതായത് മാഡം പറഞ്ഞ ബൗദ്ധിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങളെ ലെഷറിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു വാദഗതിയുണ്ട്. ഇതൊന്നും അറിഞ്ഞല്ല നമ്മുടെ സാധാരണക്കാർ ഇത് ചെയ്യുന്നത്. അവർ ഇതിന്റെ നഷ അല്ലെങ്കിൽ ലഹരിയിൽ അടിപ്പെട്ട് പോവുകയാണ്. അപ്പം നമ്മളൊരു റിലാക്സിങ് സ്റ്റാൻഡ് എടുത്താൽ ഇത് കൂടുതൽ വ്യാപിക്കുക മാത്രമേ ഉള്ളൂ. 1.6% എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം തന്നെ കൊടുത്തുവിടാം, അവർക്ക് ഈ മറ്റേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് കൊടുത്തുവിടാം. പക്ഷേ ഈ വിപത്ത് നമ്മുടെ കുട്ടികളെയും വരും തലമുറയും ബാധിക്കും. സിനിമയിൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ബാധിക്കും. ഞാൻ ആ കാര്യത്തിൽ അഭിലാഷ് പിള്ളയെ പേരെടുത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം അദ്ദേഹത്തെ പോലുള്ള സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ വന്ന് ഇത് ശരിയല്ല, നമ്മൾ ക്ലീനപ്പ് ചെയ്യണമെന്ന് പറയുന്നു. നമുക്ക് എത്ര മഹാന്മാരായ ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പത്മരാജൻ ഉണ്ടായിട്ടുണ്ട്, ഫാസിൽ സാർ ഉണ്ടായിട്ടുണ്ട്, പ്രിയദർശൻ സാർ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഡ്രഗ്സ് വെച്ചിട്ടാണോ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയത്? ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ശരീരത്തോടും നമ്മുടെ സമൂഹത്തോടുമാണ് തെറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് അടക്കം ഒരു ആഞ്ഞുപിടുത്തം, ശരിയാണ് മാഡം പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, പോലീസ് അടക്കം ഈ കാര്യത്തിൽ എക്സ്ട്രാ കോഷ്യസ് ആകുന്നുണ്ട്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഇതിന്റെ വ്യാപനം അത്രമാത്രമാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ശ്രീ രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയകൾ കേരളത്തിൽ പ്രവർത്തിക്കുകയും മനഃപൂർവ്വം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണോ ഇത് എന്ന സംശയം പോലും പ്രകടിപ്പിച്ചിരുന്നു, ചൈനയിൽ പണ്ട് ഓപ്പിയം വാർ നടന്നതുപോലെ. അപ്പം നമ്മളൊരു റിലാക്സ്ഡ് ആയി ഇന്റലക്ച്വൽ ഡിബേറ്റിന് വേണ്ടി ഇത് മാറ്റിവെക്കാനുള്ള ഒരു അവസരം കേരളത്തിലില്ല. അവിടെയാണ് എല്ലാ വിഷയത്തിനും, എല്ലാ തർക്കത്തിനും 2 വശങ്ങളുണ്ട്. പക്ഷെ ഡ്രഗ്സിന്റെ വിഷയത്തിൽ 2 വശങ്ങളില്ല, ഒരൊറ്റ വശമേ ഉള്ളൂ. അത് ലാലേട്ടൻ നമ്മളെ പഠിപ്പിച്ച വശമാണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതിന്റെ റിലാക്സേഷന്റെ ഒരു തലമുണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്താൽ നമ്മുടെ കുട്ടികൾ സൂചി കൊടുക്കാൻ സ്ഥലമുണ്ടെങ്കിൽ തൂമ്പ കയറ്റുന്ന ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് കേരളത്തിൽ ഈ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കുറെ കൂടെ സ്ട്രിഞ്ചന്റ് ആയി മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയൂ. ജോളി മാഡം അടക്കമുള്ളവർ ആ സ്ട്രിഞ്ചന്റ് ആയി ഇടപെട്ടില്ലെങ്കിൽ ഇത് ഒരു റിലാക്സേഷനായി കണ്ടുകൊണ്ട് ഒരുപാട് എനിക്കൊരു ഇടപെടൽ ആവശ്യമാണ്. പ്ലീസ് പറയൂ.
രാഹുൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. അതായത് ഞാൻ ഈ കഞ്ചാവിനെ നിങ്ങൾ സിന്തറ്റിക് ഡ്രഗിൽ പെടുത്തുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രം. അതായത് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് പോലും ഇതിൻ്റെ THC കണ്ടൻ്റുള്ള ഇതിൻ്റെ മെഡിക്കൽ വാല്യൂ ശാസ്ത്രീയമായ പഠനങ്ങൾ വരുന്നു. ഇത് ഉത്തരാഖണ്ഡിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഇതൊക്കെ നമ്മളിപ്പോൾ ഭാങ് പോലത്തെ ഒരു സാധനം കഴിക്കുന്ന ഇത്ര പോലും ഹൈ അല്ല. ഇതെല്ലാം പരസ്യമായിട്ട് പക്ഷേ മാഡം, ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് MDMA പോലെയുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നതിന് സമമായ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ്, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിന്റെ എഫക്റ്റ്, അതുണ്ടാക്കുന്ന അപകടകരമായ ഫലങ്ങൾ. ഞാൻ അതിനെ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. കാരണം 2 വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികളെ മിക്സ് ചെയ്ത് കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ ഒരു അറിവ്. അത് തെറ്റാണെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. എൻ്റെ മനസ്സിലാക്കൽ അതായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇത്തരത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഡ്രഗിനോടോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അധികമായ അഡിക്ഷനോട് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. അതിലെനിക്ക് കൺസേൺസും ഉണ്ട്. അത് അങ്ങനെ വരുന്നതിൻ്റെ സാമൂഹ്യമായ സാഹചര്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യണം. അതല്ലാതെ ഇത് ഉപയോഗിക്കുന്നവരെ മാത്രം ക്രിമിനൽ പൊസിഷനിൽ. ശരി. മാത്രമല്ല മാഡം പറഞ്ഞതിനകത്ത് ഒരു കാര്യമുള്ളത്, അത് സിനിമാ മേഖലയിൽ കുറെ കൂടി ഫോക്കസ്ഡ് ആവുന്നു. ആ ഫോക്കസ്ഡ് ആവുന്നതിന് പിന്നിൽ ചില വാണിജ്യ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന അത് മാത്രമല്ല നമ്മള് പിടിക്കപ്പെടുന്ന കഞ്ചാവുകള്, നമ്മളിപ്പോൾ ഒരുപാട് ടൺ കഞ്ചാവുകൾ പിടിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതെല്ലാം പിന്നീട് ഒരു കേസ് പോലും ഇല്ലാതെ ഇത് എങ്ങനെയാണ് മാറി മറിഞ്ഞു പോകുന്നത്? കേസ് എടുക്കുന്നുണ്ട്, വ്യക്തികൾക്ക് നേരെ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ തന്നെയാണല്ലോ വിനായകൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയും ആത്മഹത്യയിലേക്ക് എത്തിയത്. അത്തരത്തിലല്ല ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആളുകളോട് കുറച്ചും കൂടിയും ഇതൊരു ഹാബിച്വൽ ഇഷ്യൂസ് ആണെങ്കിൽ തെറാപ്പി വേണം. അവരെ നമ്മൾ പോലീസ് ആണെങ്കിൽ തന്നെ മാഡം ഒരു കാര്യം സൂചിപ്പിച്ചു. മാഡം ഈ പറഞ്ഞതിനോട് 100% യോജിപ്പാണ്. അതായത് ഈ മയക്കുമരുന്നിൽ പെട്ടുപോകുന്നവർ വില്ലന്മാരല്ല, വിക്ടിംസ് ആണ്. അതായത് ഫിലിപ്പൈൻസിലെ ഡ്യൂട്ടറിന്റെ മോഡലിൽ 7000 പേരെ വെടിവെച്ച് കൊല്ലുന്ന വാർ ഓൺ ഡ്രഗ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ സഞ്ജയ് ദത്ത് തിരിച്ചു വന്നതുപോലെ ഷൈൻ ടോം ചാക്കോ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഫർദീൻ ഖാൻ തിരിച്ചു വന്നതുപോലെ ശ്രീനാഥ് ഭാസി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വരണം. ഇവരുടെ പ്രതിഭ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ വലിയ പ്രതിഭയുള്ള താരങ്ങളാണ്. പക്ഷേ നമ്മൾക്കിതൊരു റിലാക്സേഷൻ മോഡലിൽ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം, പൊതുസമൂഹം ഈ രീതിയിൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നതിന്റെ കാരണം, ഈ ഗ്യാപ്പ് കൊടുത്താൽ മറ്റു പല ആൾക്കാരും ഇതിലേക്ക് കയറും. അതായത് ശരി. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയിലേക്ക് പോകുന്നതിന് ശ്രീ ബൈജു കൊട്ടാരക്കര, ഞാൻ ഒരു മിനിറ്റ് ശ്രീമതി ജോളി ചെറിയ ഒരു മിനിറ്റ്, ഞാൻ ചെറിയ ബ്രേക്ക് എടുക്കട്ടെ. ശ്രീ ബൈജു കൊട്ടാരക്കര നേരത്തെ പറഞ്ഞ ആന്റണി രാജുവിന്റെ കേസ്, ആ കേസ് തേച്ചു മാഞ്ഞു പോയി എന്ന് ശ്രീ ബൈജു കൊട്ടാരക്കര നേരത്തെ പറഞ്ഞു. ആ കേസ് വളരെ ആക്റ്റീവായിട്ട് ആ കേസ് ഇപ്പോഴും ഉണ്ട്. അത് താങ്കൾക്ക് അറിയാമായിരിക്കും ശ്രീ ബൈജു. ശ്രീ ജോർജ് ജോസഫ്, വളരെ സ്വകാര്യമായ ഒരു സ്ഥലത്ത്, അതും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ ഒരു ഓർഗാനിക് സ്വഭാവമുള്ള കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ, അവരുടെ സ്വകാര്യതയെ ലംഘിച്ചുകൊണ്ട് അവരെ ഈ പൊക്കുന്ന രീതി, അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ശ്രീമതി ജോളി ചെറിയത്ത് പറഞ്ഞത്. അതേസമയം തന്നെ അവർ ഒരു തരത്തിലും രാസലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരൊരു പൊസിഷൻ എടുക്കുന്നില്ല. അതായത് അതിനെതിരെയാണ് അവരുടെ നിലപാട്, ലഹരിയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ സമീപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാണ് ശ്രീമതി ജോളി ചെറിയത്ത് ഇവിടെ പറഞ്ഞത്. ഈ പോലീസും എക്സൈസും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നടപടികളിൽ പോരായ്മകളുണ്ട് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിശക്തമായ നടപടിയല്ലേ പോലീസ് എടുക്കേണ്ടത്. 2015 ഇയാൾക്കെതിരായിട്ടൊരു നവീൻ ചാക്കോയ്ക്കെതിരായിട്ടുള്ള ആ ഒരു കേസിനകത്ത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. അത് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള കേസ് നമ്മൾ ആലോചിക്കണം. അത് പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച തന്നെയാണ്. അത് കോടതി അത് നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, നമുക്ക് ഈ നമ്മൾ നേരത്തെ അഭിലാഷ് പിള്ളയൊക്കെ നല്ല ശുദ്ധഹൃദയമുള്ള ആളാണ്. കാരണം അവരൊക്കെ സിനിമാ മോഹം മാത്രം. അവർ ഇതുപോലെ ലഹരി അടിക്കുന്നവരെ ആരെയൊന്നും അതിൻ്റെ അകത്ത് കൊണ്ട് അഭിനയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ആരെയും ഇതിനകത്ത് അടുപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 6 സിനിമ വലിയ പ്രശ്നമില്ലാതെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയല്ല, നമുക്ക് ഈ സിനിമയിലെ ഏതെങ്കിലും ആൾക്കാർ കഞ്ചാവ് അടിക്കുന്ന പോലെ ഡ്രഗ്സ് അടിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതെന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു പ്രൊഡ്യൂസറെ കിട്ടാനായിട്ട് വലിയ പാടാണ്. കാരണം അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസർ അഥവാ ഇനി രംഗത്ത് വന്നാൽ 1-2 കോടി ആയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെ പണം മുടക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിന് ഇവരെ പോലെ ഒരു ആക്ടറെ കൊണ്ടുവന്നാൽ അവർ വീണ്ടും ഫൈനാൻസ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഈ സിനിമാ മേഖല നമ്മൾ ജീവിതത്തിൽ ആകെ ഒരു അംബീഷനെ കാണുള്ളൂ അവർക്കൊക്കെ ഉള്ളത്.
അത് തന്നെയല്ലേ നമ്മൾ മലയാളത്തിലെ ഏറ്റവും നല്ല അടൂർ ഗോപാലകൃഷ്ണനുണ്ട്, നമുക്ക് ഫാസിലിൻ്റെ അറിയാം, അതുപോലെ പത്മരാജൻ്റെ ഉണ്ട്. ഇവരുടെയൊക്കെ സിനിമ കണ്ട് വളർന്നവരാണ് മലയാള സിനിമാ രംഗത്തുള്ളവർ. കഞ്ചാവ് അടിച്ചിരിക്കുന്നവർ, നേരത്തെ അഭിലാഷ് പിള്ള പറഞ്ഞ പോലെ ഈ സിനിമയിലെ കാല് വെട്ടുന്നതും കൈ വെട്ടുന്നതും 4-5 കേസ് ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. കാല് വെട്ടിക്കൊണ്ട് അവർ 2 വീലറിൻ്റെ പുറത്തൂടെ 2 വീലറിൽ ഇരുന്ന് കാലുമായിട്ട് പോയി ആ ടൗണിൽ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയിലാണ്. അത് തന്നെയല്ല, ഈ കുട്ടികളെല്ലാവരും സിനിമാമോഹികളാണ്. അവർ ഓരോ സ്കൂളിലും കോളേജിലുള്ള അടി ഉണ്ടാക്കുന്ന സമയത്ത് കഴുത്തിന് അവർ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് കൈ പിടിക്കുന്നതൊക്കെ സിനിമയിൽ നിന്നാണ്. സിനിമയിൽ എങ്ങനെ കാണിച്ചോ ആ രീതിയിലുള്ള കമ്പി ഓടിക്ക് തലക്കടിച്ച ആൾ ചത്തുപോകും നമുക്കറിയാൻ മേലെ. പക്ഷേ സിനിമയിലൊന്നും ആൾ ചാകുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നത്. ഈ കോളേജിലെയും സ്കൂളിലെയും ഇപ്പോഴത്തെ കുട്ടികളുടെ മുഴുവൻ നമ്മൾ നോക്കിക്കോളൂ, അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ വലിയ കമ്പിയും അതുപോലെയൊക്കെയുള്ള സാധനം എടുത്ത് തലക്കിട്ടടിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതേപ്പറ്റി യാതൊരു അപ്പോൾ അവരൊക്കെ ലഹരിയുടെ പുറത്താണ് ചെയ്യുന്നതെന്ന് ഞാനല്ല പറയുന്നത്. പക്ഷേ സിനിമാ മോഹികളാണ് പലരും ആൾക്കാരും, അല്ലെ സമൂഹം മുഴുവൻ. അവരൊക്കെ സിനിമ ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അവർ ഈ കഞ്ചാവ് ലോഹിക്കാരും മറ്റവരെയൊക്കെ ആരായാലും വേണ്ടില്ല ഒരു സിനിമ നിൽക്കും. സിനിമ ഒന്നെടുത്ത് എത്രയോ പേര് അപ്രത്യക്ഷമായിരിക്കുന്നു. ഭൂരിപക്ഷം ആൾക്കാർ സ്ഥിരമായിട്ട് എടുക്കുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. അവരെ പാറ്റും പല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 40 സിനിമ എങ്ങോട്ട് ഇറങ്ങിയിട്ട് 38 സിനിമയും നഷ്ടത്തിൽ പോയി. കാരണം അവർക്കൊരു അംബീഷനാണ്, അവർ ജീവിതത്തിൽ തിരിച്ചു വരത്തില്ല. ഞാൻ ഞാനൊന്ന് നിർത്തുവാണ്. ഓക്കെ, താങ്ക് യു. ശ്രീ അഭിലാഷ് പിള്ള, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വന്തം സിനിമയിൽ ഇനി സ്ഥാനം ഉണ്ടാകില്ല എന്നൊരു നിലപാട് താങ്കൾ സ്വീകരിച്ചല്ലോ. ഇവിടെ ശ്രീമതി ജോളി ചെറിയത്തിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നു ഇത്തരം സംഭവങ്ങളിൽ ഒരു വ്യത്യസ്തമായ സമീപനം തന്നെ ആവശ്യമുണ്ടെന്നതാണ്. അവരുടെ വാദത്തെ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഈ ആദ്യമേ തന്നെ പറയട്ടെ, ഇപ്പം ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ ഒരു സിനിമ സംഭവിക്കുമ്പോൾ ഒരു ലൊക്കേഷനിൽ എന്നെ സംബന്ധിച്ച് ആ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഈ ലഹരി ഉപയോഗിച്ച് വരുന്ന ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യൻസിനെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ ആ സിനിമയിൽ വേണ്ട എന്നൊരു സ്റ്റാൻഡ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം അവരവരുടെ സ്വകാര്യ സ്പേസിൽ പോയി എന്ത് കാണിക്കുന്നു എന്നതിനെപ്പറ്റി എൻ്റെ കൺസേൺ അല്ല. കാരണം ഞാനെന്നല്ല, നമുക്കൊരിക്കലും ഇവരെ ഉപദേശിച്ച് നന്നാക്കാനോ ഒന്നും സംഭവിക്കില്ല, ഒന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അവർ അവിടെ ഉപയോഗിക്കുകയും അതിനെതിരെ ലീഗൽ നടപടി പോലീസിൻ്റെ സൈഡിൽ നിന്നോ ഗവൺമെൻറ് സൈഡിൽ നിന്നോ എക്സൈസിൻ്റെ സൈഡിൽ നിന്നോ ലീഗൽ നടപടി ഉണ്ടാകുമ്പോൾ അത് ഫേസ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അവർ പുറത്തേക്ക് വരിക എന്നുള്ളത് അവരുടെ പ്രോബ്ലമാണ്. ഇപ്പം ജോളി മാഡം പറഞ്ഞ പോലെ ഇപ്പം കഞ്ചാവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഷൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പോലും ഈ രാവിലെ ഈ പ്രശ്നത്തിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞത്, എടാ നീ ഇതിന് പ്രതികരിക്കാൻ പോകണ്ട, ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്ന ഒരു 3-4 വർഷത്തിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കില്ലെന്ന് എന്ന് പറയുന്ന അതൊരു ഡോക്ടറും കൂടെയാണ് പറഞ്ഞത്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ്. നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളാണ് അതിൽ, അല്ലെങ്കിൽ ഇത്രയും ടാലൻ്റ് ഉള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളാണ്. ഇവരുടെ ലൈഫ് അങ്ങനെ കളയേണ്ടതല്ലല്ലോ. അപ്പോൾ അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം സംഘടനാപരമായാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മീഡിയേറ്റേഴ്സ് വഴിയാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എൻ്റെ സിനിമ ലൊക്കേഷനിൽ ഇത് ഉപയോഗിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു സിനിമയിലൊരു കഥാപാത്രം ആര് ചെയ്യണം എന്നൊരു ഒരു ഡിസ്കഷൻ വരുമ്പോൾ അതിലൊരു 3-4 പേരുകൾ വരുമ്പം അതിൽ ഇപ്പോൾ ഈ ഡ്രഗ്സ് കേസോ അല്ലെങ്കിൽ അതുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഇവർ ഡ്രഗ്സ് ഉപയോഗിക്കും എന്നറിയാവുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്തായിരിക്കും പറയുന്നത്, എടാ അത് വേണ്ട, നാളെ ഇതെന്തെങ്കിലും പ്രശ്നമായാൽ നമ്മുടെ സിനിമയെ ബാധിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ സംവിധായകനെ എൻ്റെ നിർമ്മാതാവ് എന്ത് പറയും, എന്നാൽ അവർ വേണ്ട മാറ്റിക്കോളാൻ പറയും. ആ സ്റ്റാൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നു. കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയാൽ മിനിമം 4-5 ലക്ഷം രൂപയാണ് നഷ്ടം വരുന്നത്. അപ്പോൾ ഇവർ മൂലം നഷ്ടം വരുത്താനോ അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ പൈസ കളയാനോ കുറച്ചു മുന്നേ സാർ പറഞ്ഞ പോലെ ഒരു നിർമ്മാതാവിനെ കൊണ്ടുവന്ന് കൺവിൻസ് ചെയ്ത് സിനിമ ചെയ്യിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഏകദേശം 10 വർഷത്തോളം സിനിമയ്ക്ക് വേണ്ടി നടന്നതിന് ശേഷമാണ് ഞങ്ങളൊരു സിനിമ ആദ്യം ചെയ്യുന്നത്, പിന്നീട് ഇപ്പോൾ സിനിമകൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് സ്വപ്നം കണ്ടൊരു ലോകമാണ്. അപ്പോൾ ആ സ്വപ്നം കണ്ട ലോകത്തെ അല്ല ആ ഇൻഡസ്ട്രിയെ പറ്റി ഇത്ര രീതിയിലുള്ള ടോക്ക് ഇത് ഒരു കാര്യം കണക്ട് ചെയ്ത് പറയാം. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ പഞ്ചാബിനേക്കാൾ കൂടുതൽ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് 33,000 കേസുകളുണ്ടെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ 33,000 കേസുകളിൽ എത്ര കേസാണ് സിനിമാ മേഖലയിൽ നിന്ന് വന്നതെന്നുള്ള കണക്കെടുത്താൽ എൻ്റെ അറിവിൽ വളരെ ചെറിയ കേസാണ്. പക്ഷേ ഇതിനെ മൊത്തത്തിൽ പറയുമ്പോൾ സിനിമാ മേഖലയാണ് മുഴുവൻ ലഹരി അല്ല. സിനിമാ മേഖലയിൽ വേണ്ടത്ര പരിശോധനകൾ നടക്കുന്നില്ല, അന്വേഷണങ്ങൾ നടക്കുന്നില്ല.
അവിടേക്ക് അത് എത്തുന്നില്ല അത് കാര്യങ്ങൾ. ചെയ്യേണ്ടെന്ന് എന്നാലല്ലേ അല്ല, കേസ് അത് ഉണ്ടാവും. ചെയ്യേണ്ടെന്ന് കേസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ആര് ഇപ്പോൾ ഈ ഷൈൻ അല്ല, ടോം ചാക്കോയെ അല്ല, അത് ഈ കേസിൽ ചെയ്യേണ്ട പിടിക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ ഈ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണെന്ന്. ഇപ്പോൾ ഈ 2 യുവ സംവിധായകരെ പിടിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെന്ന്. അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ, സ്ഥിരമായി ഈ സിനിമയ്ക്കകത്തുള്ളവരുണ്ട്, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ആരാണ് അവരെ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ പിടിക്കപ്പെടാത്തത് എന്നതിൻ്റെ വേറൊരു ഭാഗമാണ് ബൈജു കൊട്ടാരക്കര ഈ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ കേസുകളുടെ എണ്ണം നോക്കിയിട്ട് നമുക്കത് നിശ്ചയിക്കാൻ കഴിയില്ല. അല്ല, അവരെ സംരക്ഷിക്കുന്നുണ്ടോ? അല്ലല്ല, അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സംരക്ഷിക്കുന്ന ആരാന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള സോഴ്സ് പോലീസിനുണ്ടല്ലോ. എന്തുകൊണ്ട് അവർ ഓപ്പണായിട്ട് പറയട്ടെ, സിനിമാ മേഖലയിൽ ഇന്ന ആളുകളാണ് ഇവരെ സംരക്ഷിക്കുന്നത്, ഓപ്പണായിട്ട് പറയട്ടെ. ഞാനും ഇതേ ഇൻഡസ്ട്രിക്കുന്ന ആളല്ലേ, നമ്മളത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര, 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ വളരെ കുറച്ച് ആളുകൾ മാത്രം വ്യാപരിക്കുന്ന ഒരു മേഖല, അവിടേക്ക് എല്ലാ കണ്ണുകളും തിരിച്ചു വെച്ച് അതിലെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന് അതിൻ്റെ ഒരു ലുക്രേറ്റീവ് സ്വഭാവം കൊണ്ടാണ് എന്ന് ശ്രീമതി ജോളി ചെറിയത്ത് പറഞ്ഞു. അങ്ങനെ ചെറിയ സംഭവങ്ങളെ വലിയ സംഭവങ്ങളായി ഊതിപ്പെരിപ്പിച്ച് ഇത് വലിയ വാർത്തയാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെക്കുറിച്ചും, സിനിമാ മേഖലയിലെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അങ്ങനെ ഒരു നിലതെറ്റിയ അവസ്ഥയിലാണോ മുന്നോട്ട് പോകുന്നത്? ഗോപിഷ, എനിക്ക് ആ ജോളി ചെറിയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾക്കൊരു മറുപടി കൊടുക്കട്ടെ. അതാദ്യം തന്നെ ജോളി ചെറിയത്ത് എന്താണെങ്കിലും ഇവിടുത്തെ നിരോധിത ലഹരി ഉൽപ്പന്നമായ ഈ കഞ്ചാവ് സ്വകാര്യ ഇടങ്ങളിൽ നിന്ന് വലിക്കുന്നതിനെ ന്യായീകരിക്കുന്നത് കണ്ടു, അവരെ മഹത്വവൽക്കരിക്കുന്നതും കണ്ടു. അവിടെ പോലീസ് പോയത് ശരിയാണോ എന്നാണ് ജോളി ചെറിയത്ത് ചോദിച്ചത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ സ്വകാര്യ ഇടങ്ങളിൽ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും അത് പോലീസിനോ എക്സൈസിനോ മറ്റുള്ളവർക്കോ അധികാരികൾക്കോ ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? അതുകൊണ്ടാണോ ഈ പറയുന്ന കാരവനിലും മറ്റും സ്വകാര്യ ഇടങ്ങളായിട്ട് കണ്ടതുകൊണ്ടാണോ അവിടെ ലഹരി വസ്തുക്കൾ ലൊക്കേഷനുകൾ ഉപയോഗിക്കുന്നു എന്ന് വ്യാപകമായ പരാതി ഉയർന്നിട്ടും ഇവിടുത്തെ നേരത്തെ അഭിലാഷ് പിള്ള പറഞ്ഞല്ലോ, ഈ സംഘടനയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ഫെഫ്കയുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ശക്തിയുക്തം അതിനെ എതിർക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ വീഡിയോകൾ ഇപ്പോഴും ഉണ്ട്, എല്ലാ ചാനലും ഉണ്ട്, എൻ്റെ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ തരാത്. അപ്പോൾ അത് തെളിവുകൾ സഹിതം കിടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അഭിലാഷ് പിള്ള പറഞ്ഞ കാര്യത്തിനോട് 100% യോജിക്കുന്നു. കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സിനിമയിൽ സഹകരിപ്പിക്കില്ല എന്ന് പറഞ്ഞത് വളരെ നല്ലത് തന്നെ. അല്ലാതെ ജോളി ചെറിയത്ത് പറഞ്ഞ പോലെ സ്വകാര്യ ഇടങ്ങളിൽ എന്ത് വൃത്തികേടുകളും കാണിക്കാം, ഈ പറഞ്ഞതുപോലെ എന്ത് ലഹരി ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നത് അത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിരുന്ന് പറഞ്ഞാൽ മതി ജോളി ചെറിയത്തെ. അത് മലയാള സിനിമയിൽ വേണ്ട. മനസ്സിലായില്ലേ? ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഇവിടെ ഒരു സംസ്കാരമുണ്ട്. ഈ കേരളത്തിലെ സംസ്കാരത്തിനകത്ത് ഇവിടെ വിവിധതരം കഞ്ചാവുകൾ വിൽക്കാമെന്നും ഈ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ സ്വകാര്യ സ്ഥലങ്ങളിൽ നിന്ന് വലിക്കാമെന്നും അല്ലെങ്കിൽ ഉപയോഗിക്കാമെന്നും ഒക്കെ പറയുന്നത് ബാലിശമാണ് കേട്ടോ. ഒരു കാരണവശാലും അത് സിനിമയ്ക്കകത്ത് ഇത് ഉള്ളത് ഏറ്റവും കൂടുതൽ. ഗോപിഷപ്പ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. സിനിമയ്ക്കകത്ത് ഒരു വിഭാഗം ആളുകളെ ഉള്ളെന്ന് പറയുന്നത് ശരിയാണ്. ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഇത് വളരെയധികം ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കൊണ്ട് അതിലെ താരങ്ങളാണെങ്കിലും ശരി, ടെക്നീഷ്യൻസ് ആണെങ്കിലും ശരി, അവരുടെ സ്വഭാവ കാര്യങ്ങൾ വരെ, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ പലരും അനുകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും അവർ പറഞ്ഞാൽ ചിലർ കേൾക്കുന്നത് കൊണ്ടും ഒക്കെ ഇതിന് വലിയൊരു വ്യാപ്തിയുണ്ട്. അതുമല്ല, ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരുപാട് മേഖലകൾ സിനിമയ്ക്കകത്ത് തന്നെയുണ്ട്. ഒരു സംവിധായകൻ ഇത് ഉപയോഗിക്കുമെങ്കിൽ അയാളുടെ താഴേക്കുള്ള ആളുകൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? അപ്പോൾ വിപണനം നടക്കുന്നത് ആ ലൊക്കേഷൻ തന്നെയല്ലേ? അപ്പോൾ അത് വേണ്ടേ കണ്ടുപിടിക്കാൻ? അപ്പോൾ അല്ലാതെ അവരെ സ്വകാര്യ ഇടങ്ങളിലാണ്ടിരുന്ന് വലിച്ചത് അതുകൊണ്ട് പോലീസ് അവിടെ കയറുന്നത് ശരിയല്ല എന്നൊക്കെ കണ്ടെത്തുന്നത് ബാലിശമാണ് ജോളി ചെറിയത്ത്. അതുകൊണ്ട് ആ രീതിയിലൊന്നും ഇതിനെ ഞാൻ ശ്രീമതി ജോളി ചെറിയത്തിന് മറുപടി കൂടി കേൾക്കട്ടെ. ശ്രീമതി ജോളി ചെറിയത്ത് പറഞ്ഞോളൂ, നേരത്തെ കൈ ഉയർത്തിയല്ലോ, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഒന്ന് നമ്മൾ ഇതിനെ അടച്ച്, അതായത് ലഹരി ഇല്ലാത്തൊരു ലോകം, സമൂഹം, മനുഷ്യരൊന്നും നമുക്ക് ഇനി അതൊരു കാൽപ്പനികത മാത്രമാണ്, അതുണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ ക്രിമിനൽ വൽക്കരിക്കുന്നതിന് പകരം നിയന്ത്രിതമായ അളവിൽ, ഇപ്പം നമ്മൾ മദ്യം കഴിക്കുന്നത്, ഇപ്പോൾ സിഗരറ്റ് നല്ല കാര്യമായിട്ടാണോ? അല്ലല്ലോ. മദ്യമാണെങ്കിലും നമ്മളിതുപോലെയുള്ള ക്ലൈമറ്റിൽ ഒട്ടും ചേരാത്ത ഒരു പാനീയമാണത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ചാരായം നിരോധിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ കള്ളവാറ്റുണ്ടാവുകയും ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ, വാറ്റിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചവരും കൂടിയാണ് നമ്മൾ. അപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു ദുരന്തമുഖത്തേക്ക് എത്തുന്നതിന് പകരം നിയന്ത്രിതമായ അളവിൽ ഹാംലെസ് ആയിട്ടുള്ള, ഹാംലെസ് എന്ന് ഞാൻ പറയുന്നില്ല, ലെസ് ഹാംലെസ് ആയിട്ടുള്ള ഇത്ര ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അനുവദിക്കുക എന്നുള്ളത്. കാരണം ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങൾ വരുന്നുണ്ട്. അതേസമയം തന്നെ വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ആർക്കാണെങ്കിലും ഏത് വർക്ക് സ്പേസിലാണെങ്കിലും ഇത്തരം ലഹരി ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരിക്കണം അതിൻ്റെ ശരി. അവിടെ ഈ പവർ ഇക്വേഷൻ മാറണം. നിങ്ങൾ ഈ പറയുന്നത് പോലെ അതിനകത്ത് പവർ ഇക്വേഷൻ മാറിയാൽ മാത്രമാണ് പ്രൊഡ്യൂസർക്കോ ഒരു ഡയറക്ടർക്കോ തൻ്റെ ഒരു ക്രൂവിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ.
പറ്റുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമയിൽ അത് സംഭവിക്കാത്തത് എന്നുള്ളത് നമ്മളെല്ലാവരും ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ഏതെങ്കിലും മനുഷ്യരിലേക്ക് ഇതിന് പിന്നെ ഒരു കാര്യമുണ്ട്, സിനിമ സ്വാധീനിക്കുന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ അതിനൊരു ലോങ് ടേം സ്വാധീനമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യരൊക്കെ എത്രയോ നന്നായി പോയേനെ, എത്രയോ മോശമായി പോയേനെ. ആ അർത്ഥത്തിൽ സിനിമയ്ക്ക് അങ്ങനെ വലിയ സ്വാധീനമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കുത്തിരുന്ന് നമ്മൾ ലൈവായിട്ട് യുദ്ധങ്ങൾ കാണുന്ന മനുഷ്യരാണ്. ഏറ്റവും ലൈവായിട്ട് നമ്മൾ യുദ്ധങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തും കൂടിയാണ് ജീവിക്കുന്നത്. എന്നിട്ട് ഈ സിനിമ വെക്കുന്ന എല്ലാതും അപകടകരമാണ് എന്നുള്ളതല്ല, മറിച്ച് ഇതിനെ നോർമലൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അട്രോസിറ്റീനെ, മനുഷ്യ വിരുദ്ധതയെ നിരന്തരം നോർമലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ ഇതെല്ലാം സിനിമയുടെ ബാധ്യതയാക്കി, ഈ സമൂഹത്തിന്റെ ധാർമ്മിക പ്രതിസന്ധി മുഴുവൻ സിനിമയുടെ ബാധ്യതയാക്കി മാറ്റുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. അത് രണ്ട് വാദമാണ് ശ്രീമതി ജോളി ചെറിയത്ത്. അതൊരു രണ്ട് വാദമാണ്. ഇപ്പോ മാധ്യമങ്ങൾ നിരന്തരം ഇത്തരം കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ, അത് സ്വാധീനിക്കപ്പെടില്ല എന്ന് ചോദിക്കുന്നതും, സിനിമയിലെ ഒരു ക്രിമിനൽ സംഭവത്തെ, ഒരു ക്രിമിനൽ ആക്ടിനെ മഹത്വവൽക്കരിക്കുന്നത്, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതും, അതിനെ ഒരു നായക പരിവേഷത്തിൽ അവതരിപ്പിക്കുന്നതും രണ്ട് തരത്തിൽ തന്നെയാണ് കാണേണ്ടത്. മാധ്യമങ്ങൾ വാർത്ത, അതൊരു നിരന്തരം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആക്ഷേപമാണ്. യുദ്ധങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുന്നില്ലേ, നിങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നില്ലേ? വാർത്തകൾ കൊടുക്കുന്നതും യുദ്ധങ്ങളും ഒക്കെ അതായത് അതിന്റെ മുകളിൽ നമുക്കൊരു നിയന്ത്രണമില്ല. നടക്കുന്ന ഒരു സംഭവങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു വാർത്ത എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതും, ഒരു കലാസൃഷ്ടി ഒരു ക്രിമിനൽ വൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും രണ്ട് തരത്തിലുള്ള സ്വാധീനമാണ്. അതിലൊരു തർക്കത്തിന് പോലും ഇനി സ്പേസ് ഇല്ല ശ്രീമതി ജോളി ചെറിയത്ത്. അതുകൊണ്ട് ഇത് പലരും പറയുന്നത് കേട്ടു. അതായത് നിങ്ങൾ ശരി. അതല്ല, ആ പോയിന്റ് എനിക്ക് കിട്ടി. അല്ല, ഒരു മിനിറ്റ്. അതെ രാഹുൽ, താങ്കൾ പറയൂ. രാഹുൽ, അല്ല, ഒരു മിനിറ്റ്. രാഹുൽ സംസാരിച്ചിട്ടില്ല. രാഹുലിന്റെ മറുപടി പറയട്ടെ. രാഹുലിന്റെ മറുപടി ഞാൻ കേൾക്കട്ടെ. രാഹുൽ ബൈജു കൊട്ടാരക്കര ഒരു മിനിറ്റ്. രാഹുൽ ഒരു മിനിറ്റ്. ബൈജു കൊട്ടാരക്കര ഒരു മിനിറ്റ്. രാഹുൽ ജോളി മാഡത്തോട് വിത്ത് റെസ്പെക്ട് ആണ്. മാഡം പറയുന്ന വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ പോയിന്റ് ആണ്. നമ്മുടെ കേരളം അതിനുവേണ്ടി മെച്ചുവർ ആണോ എന്ന് കൂടെ ചിന്തിക്കണം. നമ്മളെന്ന സമൂഹം അത്രയും പക്വമായിട്ടില്ല. മാഡം ഉദ്ദേശിക്കുന്ന റിഫൈൻഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പോയിന്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പക്വത നമുക്കില്ല. അത് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടും. അത് മാഡം അടക്കമുള്ളവർക്കെതിരെ സൈബർ ആക്രമണങ്ങളായി മാറും. അത് ജോളി മാഡം അടക്കമുള്ളവർക്കെതിരെ സൈബർ ആക്രമണങ്ങളായി മാറും. അത് ഈ അതല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ, ഈ അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ നടപടികൾ വേണ്ടിവരും. രാസലഹരി അടക്കമുള്ള കാര്യങ്ങളിൽ അസാധാരണമായ ഒരു സാഹചര്യം നമ്മുടെ സമൂഹം നേരിടുകയാണ്. അവിടെ കുട്ടികളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, അവർ ഇതിന്റെ പിടിയിലാവുകയും ഭാവി തലമുറ നശിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ അസാധാരണമായ നടപടികളാണ് ആവശ്യം. ആ അസാധാരണമായ നടപടി എടുക്കാനുള്ള ആർജവമുണ്ടോ? അങ്ങനെ ആർജവമുണ്ടെങ്കിൽ അതിന് ഒരു മേഖലയും ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല. സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും അതിന്റെ പ്രഹരശേഷി എത്തുക തന്നെ വേണം. അപ്പോൾ മാത്രമേ ആ അർത്ഥത്തിൽ ഒരു ശുദ്ധീകരണം സാധ്യമാകൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു.